ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എൻ്റെ പേര് ഷാലിമ. ഇതെൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ വ്ളോഗാണ്. ഇങ്ങനൊരു വ്ളോഗ് എടുക്കാൻ കാരണം ഞാനിപ്പം കറൻ്റ് ഡൽഹിയിലാണ്. അപ്പം എന്നെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ പാരൻസ് കേരളത്തിൽ നിന്ന് ഡൽഹിയിലോട്ട് വരികയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനൊരു വ്ളോഗ് എടുക്കാമെന്ന്. ആദ്യത്തെ വ്ളോഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് തെറ്റുകൾ കാണും. അപ്പോൾ എല്ലാവരും ക്ഷമിച്ച് സപ്പോർട്ട് ചെയ്യണം. പാരൻസ് വന്നിട്ടുണ്ട്, അപ്പോൾ നമുക്ക് പോയി പിക്ക് ചെയ്യാം. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും വ്ളോഗ് ഫുള്ള് കാണുക, സപ്പോർട്ട് ചെയ്യുക. Thank you so much. Her family is coming. We are going to receive them. അപ്പോൾ അമ്മയൊക്കെ വന്ന് ഫാമിലി എല്ലാവരും വന്ന് വലിയ കാര്യത്തിൽ ഫാമിലിയൊക്കെ വന്ന് നോർത്ത് ഇന്ത്യൻ ട്രിപ്പ് കാണിച്ച് തുടങ്ങിയതാണ്. തുടങ്ങിയപ്പോഴേക്കും വണ്ടി പഞ്ചറായി. നല്ല നല്ല ഇതല്ലേ തുടങ്ങി. ഇപ്പോൾ അടുത്ത് ഈ വണ്ടി മറ്റേ വണ്ടി വലിച്ചോണ്ട് പോകുന്നു. ഫ്ലാഷൊക്കെ ഇരിക്കട്ടെ. അപ്പം നിങ്ങൾ വന്ന സമയം എന്തായാലും കൊള്ളാം അല്ലേ? ഭയങ്കര തിരക്ക്, ഭയങ്കര പൊടി, ചൂട്. നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ അലമ്പായി. കുറച്ച് കുഴപ്പമില്ല, എന്നാലും ആദ്യം അവർ വന്ന് നമ്മളെ പിടിക്കാൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്. അവർ വന്ന സമയത്ത് പെട്ടെന്ന് വ്ളോഗൊന്നും എടുക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഇനി നമ്മളൊരു 4-5 ദിവസം ഇവിടെ കാണും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പബ്ലിക്കിൽ ഇറങ്ങി വ്ളോഗ് ചെയ്യുന്ന ആദ്യമായിട്ട് എടുക്കല്ലേ? കുഴപ്പമില്ല, നമ്മൾ അറിഞ്ഞുകൂടല്ലോ. തേങ്ങ വേണമെങ്കിലും പറയാം. ഡൽഹിയിൽ വന്നിട്ടൊരു പ്രമുഖ ഹോട്ടലിൻ്റെ ഒരു വാഷ്റൂം ഞാൻ കാണിച്ചു തരാം. വേണ്ട ഏരിയൊക്കെ പിന്നെ സൂപ്പർ. കൊന്നിട്ടാ കൂടെ വരത്തില്ല. അപ്പോൾ നമ്മൾ ഡേ 1ന്റെ ഫസ്റ്റ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും ഭയങ്കര ക്ഷീണിച്ചിരിക്കുന്നു. ഗൈസ്, ക്ഷീണിച്ചോ? ഉറക്കം വരുന്നോ? കണ്ണടഞ്ഞു ഉറക്കം. നമ്മൾ ആദ്യം എവിടേക്ക് പോകുന്നത്? ഫസ്റ്റ് ഡേ ജയ്പൂർ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുവരെ പ്ലാനൊന്നും ചെയ്തില്ല. പ്ലാൻ ചെയ്തോ? നമ്മളിപ്പോൾ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. പക്ഷെ നമ്മളിവിടുത്തെ ബാത്റൂം എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് ഒന്നും പറയണ്ട. സമയം രാത്രി 1:30 എന്നിട്ട് ഡൽഹിയിലെ ട്രാഫിക് നോക്ക്. നമ്മൾ ബസ് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. ഇവിടുന്നാണ് നമ്മൾ ഇനി ജയ്പൂർ പോകുന്നത്. അങ്ങനെ ബസ് കയറി. എനിക്ക് ഇവള് സൈഡ് സീറ്റ് തന്നില്ല. ഇതാണ് ഡൽഹിയിലെ സുമതി വളവ്. കണ്ടോ? ഈ സുമതി വളവ് ഡൽഹിയിൽ ആരും കണ്ടിട്ടില്ലെന്ന് പറയരുത്. ഡേ 2. അപ്പം നമ്മൾ ജയ്പൂരിലെത്തി. ഇനി നമ്മൾ ജയ്പൂരിൽ ഓരോരോ സ്ഥലങ്ങൾ നമ്മൾ എന്തിനാണ് കണ്ടെന്ന് വെച്ചാൽ ഒന്നും കണ്ടില്ല. 2 മാർക്കറ്റ് ഉണ്ട്. എങ്ങനെയാണ് നമുക്ക് ക്ഷമ എന്തെന്ന് പഠിച്ച് ക്യൂ നിന്ന് കുറച്ച് ബംഗാളികളെ പള്ളു വിളിച്ചു. ഇതൊക്കെയാണ് ഡേ 1. അപ്പൊ ഡേ 1ന്റെ ഔട്ട്ഫിറ്റ് ഇതാണ് ഗൈസ്. അതെ ഗൈസ്, നമ്മൾ പിങ്ക് സിറ്റിയിൽ റീച്ച് ആയിരിക്കുന്നു ഗൈസ്. ഇനി ഇവിടുത്തെ ഭയങ്കര വെയിലാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ എവിടെ നോക്കിയാലും എല്ലാ വീടുകളും എല്ലാ കടകളും സെയിം ആയിരിക്കും, സെയിം കളറിലായിരിക്കും. നമ്മൾ പിങ്ക് സിറ്റിക്ക് അകത്ത് ഹവാ മാളിലോട്ട് പോവാണ്. ഭയങ്കര വെയിലാണ് ഗൈസ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. രാജസ്ഥാനിൽ ഈ സമയത്ത് വരാൻ പറ്റിയ സമയമല്ല. പക്ഷേ പക്ഷെ എല്ലാവരും ഉള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പം വലിയ പ്രശ്നമില്ല ഈ ഒരു സമയത്ത്. ഓക്കെ, ഇതാണ് കൊട്ടാരത്തിൻ്റെ മെയിൻ എൻട്രൻസ്. നമ്മൾ ഇതുവഴിയാണ് അകത്ത് കയറാനുള്ളത്. പണ്ട് കാലത്ത് റാണിമാർക്ക് പുറത്തിറങ്ങാനുള്ള അനുവാദം ഇല്ലായിരുന്നല്ലോ. അവർക്കപ്പോൾ പ്രജകളെ കാണണമെങ്കിലും സംസാരിക്കണമെങ്കിലും അവരിതുവഴിയായിരുന്നു സംസാരിക്കുന്നത്. ഇതാണ് കൊട്ടാരത്തിനകത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാലുള്ള ടോപ്പ് വ്യൂ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സിറ്റി കാണാൻ പറ്റും. ശരിക്കും ഒരു പ്രൗഡ് മൊമെന്റ് എന്താണെന്ന് അറിയാമോ? നമ്മുടെ കുട്ടനാടൻ കായലിലെ പാട്ട് നമ്മൾ നോർത്ത് ഇന്ത്യ വന്ന് പാടി ഗൈസ്. അതെനിക്ക് ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആയിട്ട് തോന്നിയോ? അവർക്കൊന്നും, പക്ഷെ നമ്മളെ കൊട്ടുന്ന അയാൾക്കൊന്നും അറിയണം. ഞാൻ സീരി പാടിയ നന്നായിട്ട് കൊട്ടി. അദ്ദേഹത്തിന് പാട്ട് എന്താന്ന് പോലും അറിയത്തില്ല, പക്ഷെ അത് നന്നായിട്ട് കൊട്ടി. അവിടെ നമ്മൾ സെൽഫിയൊക്കെ എടുത്തിട്ട് താഴെ ഇറങ്ങി. ഇതാണ് ശരിക്കും ഹവാ മഹലിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. എന്ത് രസമാണെന്ന് പറയും അവിടെ നിന്ന് നോക്കാൻ വേണ്ടി. അടിപൊളിയാണ്. പൂക്കളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക്, പൂക്കൾ വെച്ച് ഫോട്ടോ എടുക്കണം എന്നുള്ളവർക്ക്, പൂ മേടിക്കണം എന്നുള്ളവർക്കൊക്കെ ഇവിടെ ഒരു പൂക്കളുടെ മാർക്കറ്റ് ഉണ്ട്. ഇതാണ് രാജസ്ഥാൻ താലി. ആദ്യമായിട്ടാണ് നോർത്ത് ഇന്ത്യ വന്നിട്ട് ഇത്രയും ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഫുഡ് കഴിക്കുന്നത്.
വെജ് ബിരിയാണി ഉണ്ടായിരുന്നു, നോർമൽ താലി ഉണ്ടായിരുന്നു. നല്ലതായിരുന്നു ഫുഡ് കമ്പാരിറ്റീവ്ലി. ഈ റോഡുകളുടെ രണ്ട് സൈഡിലും ബോഗൺവില്ല പൂക്കളാണ് മൊത്തത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഭയങ്കര ഭംഗിയായിരുന്നു. ഇത്രയും ചൂട് സമയത്ത് പോലും ഭയങ്കര രസമായിട്ട് ആ പൂക്കൾ നിൽക്കുന്നു എന്നുള്ളതാണ്. അവിടുന്ന് ഞങ്ങളെല്ലാവരും കൂടി ഹിൽ ടോപ്പിലുള്ളൊരു കൊട്ടാരം കാണാൻ വേണ്ടി പോവാണ്. ഫുള്ള് ഓഫ് റോഡാണ്, ഭയങ്കര നല്ല റോഡാണ്, പക്ഷേ വെയിൽ മാത്രമുള്ളൊരു പ്രശ്നം. അടുത്ത് പോകുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ആംബർ ഫോർട്ട്. നമ്മൾ ഏതോ ഒരു കോട്ടയുടെ മണ്ടയിലെത്തി. താഴ്ന്ന് ഈ കോട്ടയിൽ വരാൻ വേണ്ടി അവർ ഒരു 650 രൂപ മേടിച്ച്, എന്നിട്ട് ഒരു ഉപയോഗമില്ല ഗൈസ്. ഭയങ്കര കൊട്ടം വെയിൽ, അകത്തൊന്നും ഒന്നും കാണാൻ പറ്റില്ല. 10 രൂപ പോലും കുറച്ചെന്നില്ല ഗൈസ്, ഒരു 10 രൂപ പോലും. എന്ത് സാധനം എടുത്താലും മുടിഞ്ഞ വില, ഒരു രക്ഷയില്ല. ആവശ്യമില്ലാതെ ഇവിടെ വന്ന ഒരു ഫീൽ ചെയ്യുന്നു. കേരളത്തിന് ഇത്രയും ദൂരം വന്നിട്ട് ഒരു നല്ലൊരു ഫോട്ടോ പോലും കിട്ടില്ല ഗൈസ്. അത് കണ്ടോ, ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് വന്നവരാണ് അവർ. നോർത്ത് ഇന്ത്യയിലെ ചില സ്ഥലങ്ങളിലെ ആചാരമാണ് കല്യാണം കഴിഞ്ഞവർക്ക് വേറെ ആരെയും മുഖം കാണിക്കാൻ പാടില്ല. അവരുടെ ഹസ്ബൻഡിന് മാത്രമേ അവരുടെ മുഖം കാണാൻ പാടുള്ളൂ. ലാപ്പട്ട ലേഡി സിനിമ കണ്ടവർക്ക് ചിലപ്പോൾ അറിയായിരിക്കും. എനിക്കറിയത്തില്ല ഇപ്പോഴും ഈ റിച്വൽസ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടോയെന്ന്. ചിലപ്പോൾ ഫോളോ ചെയ്യുന്നവരും കാണും. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? കൊള്ളാം. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? കോട്ട എക്സ്പീരിയൻസ് എല്ലാവരും ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് ജീപ്പിൽ കയറാൻ പോകുന്നു. എല്ലാവർക്കും ഒരു ഫ്രീ അഡ്വൈസ് തരാം ഗൈസ്. ചൂട് സമയത്ത് ഒരു കാരണവശാലും രാജസ്ഥാനി വരരുത് ഗൈസ്. വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. ശരിക്കും പറഞ്ഞാൽ വെയിലായതുകൊണ്ട് എല്ലാവരും മടുത്തു. പക്ഷെ ഫാമിലി എല്ലാവരും ഉള്ളതുകൊണ്ട് ഭയങ്കര രസമായിരുന്നു. ഇവിടെ ഒരു ഗാർഡനിലെത്തി. എന്നിട്ട് നമ്മൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. രാജസ്ഥാൻ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു രാജസ്ഥാനി ഡ്രസ്സ് ഇട്ടിട്ട് ഒന്ന് ഫോട്ടോ എടുക്കണം എന്ന്. അങ്ങനെ അതിനു വേണ്ടി പോവാണ്. ആൻഡ് ഫൈനലി രാജസ്ഥാനി ഡ്രസ്സ് ഇട്ടു. എന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ ജയ്പൂർ കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ കഴിക്കാൻ വേണ്ടി കയറി. എല്ലാവരും തളർന്നു പോയില്ലേ? എല്ലാവരും തളർന്നിരിക്കുകയാണ്. ശരിയാ. രാത്രി 3 മണിക്ക് റോഡിൽ ഗൈസ്. ഡൽഹിയിൽ നിന്ന് ജയ്പൂർ വരെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ലെങ്കിൽ ഷോർട്ട് ഡേ ട്രിപ്പായിരുന്നു. നമ്മളിപ്പോൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാണ്. സമയം വെളുപ്പിന് 3 മണി. നമ്മൾ ക്യാബ് ബുക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അപ്പോൾ ഓവറോൾ നമ്മുടെ ട്രിപ്പൊക്കെ അടിപൊളിയായിരുന്നു. നമ്മൾ വിചാരിച്ച പോലെ തന്നെ എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റി. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. നമുക്കിനി അടുത്ത വ്ളോഗിൽ കാണാം.